ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നമുക്ക് സോൾട്ടി ആയിട്ടുള്ളൊരു ബട്ടർ സ്കോച്ച് സോസ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ മുതൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ എസെൻസ്, ബട്ടർ സ്കോച്ച് എസെൻസ് UAE എവിടെയാണ് കിട്ടുക എന്നുള്ളത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എൻ്റെ എസെൻസ്. നാട്ടിൽ നമുക്കത് വാങ്ങാൻ കിട്ടും, പക്ഷേ അതുപോലെ തന്നെ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടില്ല. ഇത് കേക്ക് സപ്ലീസൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പിൽ, ചില ഷോപ്പിൽ ഉണ്ടാവാറുണ്ട്, എന്നാലും എല്ലായിടത്തും ഒന്നും ഇത് കണ്ടിട്ടില്ല. ഈ ഒരു സോസ് നമുക്ക് എസെൻസിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാം. നല്ല അടി കട്ടിയുള്ളൊരു പാത്രം വേണം. അത് ചൂടാക്കിയിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമുക്ക് ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ വൈറ്റ് ഷുഗറിനെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. എന്നിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു വരും. എന്നിട്ട് ഇങ്ങനെ നല്ലോണം പരത്തിയിട്ട് കൊടുക്കുക. അത് ഇളക്കൊന്നും വേണ്ട, ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക കുറച്ച് നേരം. അപ്പോൾ അതിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ മെൽറ്റായി തുടങ്ങി വരും. ആ മെൽറ്റായി വരുമ്പോൾ നമുക്കതിങ്ങനെ മെല്ലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് അതിങ്ങനെ സിറപ്പായിട്ട് വരും. കളറൊക്കെ ഇങ്ങനെ ചേഞ്ചായി കുറച്ച് ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഇങ്ങനെ മാറി വരും. അങ്ങനെ ആയി തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടത് നല്ലോണം ആ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 30 ഗ്രാം ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത്. ഈ അളവിൽ ഉണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യം ഒരു കേക്കുമ്പോൾ ഫുള്ളായിട്ടും ഡെക്കറേറ്റ് ചെയ്യാനും ഫില്ലിങ്ങിന് വെക്കാനും ഒക്കെ നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാവും. ഇനി നമുക്കിത് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഉണ്ടായാലും നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്ത് ബട്ടർ ഒന്ന് മെൽറ്റാക്കണം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇതിന്. ഇപ്പോൾ തന്നെ ബട്ടറൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ ക്രീം ചേർത്ത് കൊടുക്കണം. ഇത് ഡബിൾ ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രഷ് ക്രീം ആണെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കുക, അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്ത് ക്രീമായാലും കുഴപ്പമില്ല. ക്രീമിൻ്റെ അളവ് എന്ന് പറയുന്നത് 125 ml ആണ്. ഒരു 1/2 കപ്പാണ് കേട്ടോ ഉണ്ടാവുക കപ്പിൽ അളക്കുമ്പോൾ. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ക്രീം നോർമൽ ടെമ്പറേച്ചറിലുള്ള ക്രീമല്ലേ, അപ്പോൾ അത് ചേർക്കുമ്പോൾ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഷുഗറും ബട്ടറും കൂടി മെൽറ്റായതാണ്. അപ്പോൾ അതൊന്ന് കട്ട പിടിക്കും. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ തന്നെ അത് മെൽറ്റായി വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് വെക്കാൻ. അങ്ങനെ ഇരുന്ന് അത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഒരു 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 30 ഗ്രാം ബട്ടർ. 30 ഗ്രാം ബട്ടർ എന്ന് പറഞ്ഞാൽ 1/4 കപ്പിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ, അതായത് ഒരു വലിയൊരു സ്പൂണ് ബട്ടർ. പിന്നെ വേണ്ടത് 125 ml 1/2 കപ്പ് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഏത് ക്രീമായാലും കുഴപ്പമില്ല. അപ്പോൾ അത് കണ്ടത് മെൽറ്റായി, ക്രീമൊക്കെ നല്ലോണം അതിൽ മിക്സ് ആയിട്ടുണ്ട്, ആ കട്ടകളൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരണം. വല്ലാതെ തിക്കാക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം തിക്കാക്കിയാൽ മതി കേട്ടോ, കാരണം അത് ചൂടാറുമ്പോൾ തന്നെ ഒന്നാം കൂടി തിക്കായിട്ട് വരും. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സോസിന്. കടയിൽ നമുക്ക് ബോട്ടിലിൽ കിട്ടും, പക്ഷെ അത് ഇത്ര തന്നെ ടേസ്റ്റ് ഇല്ല. ഈ സോസ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ബ്രെഡിലോ ഐസ്ക്രീമിലോ ഒക്കെ ആക്കി കൊടുക്കാൻ പറ്റും. എസെൻസ് ഇല്ല എന്നുണ്ടെങ്കിലും ഇത് എടുത്തിട്ട് ഇതിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലാക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്താൽ നല്ല ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ കേക്കിന്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരുന്നത്. സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അൺസോൾട്ടഡ് ആണെങ്കിൽ ഉപ്പ് എന്തായാലും ചേർക്കണം. ഇപ്പോൾ ചൂടാറാൻ വെച്ചതായിരുന്നു. ഇപ്പോൾ ചൂടാറുമ്പോഴാണ് ഈ ഒരു തിക്നെസ്സിൽ വരുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, സോൾട്ടിയാണ്. ഇത് നമുക്ക് കേക്കിന് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കേക്കിൻ്റെ മേലെ ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഒരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ ഒക്കെ ആക്കിയിട്ട് നമുക്കിതുപോലെ കേക്കിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനും, പിന്നെ അല്ലെങ്കിൽ മേലെ ഫുള്ളായിട്ട് ഇത് വെച്ചിട്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ സൈഡിൽ നമുക്ക് ഡ്രിപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് കൊടുക്കാം. എങ്ങനെയാണ് ബട്ടർ സ്കോച്ച് കേക്കിനൊക്കെ ഫില്ലിങ് കൊടുക്കുന്നതൊക്കെ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് നമ്മൾ വിശദമായിട്ട് ഉണ്ടാക്കിയപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഐക്കാർഡിൽ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണുക, കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കാണുക. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് തിക്നെസ് കൂടിപ്പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, തണുത്ത് വരുമ്പോൾ തിക്നെസ് കൂടിപ്പോയാൽ നമുക്കതിലേക്ക് കുറച്ച് പാലെന്തെങ്കിലും ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ടെടുക്കാം. പക്ഷേ അത് പിന്നെ കൂടുതൽ വെക്കരുത് കേട്ടോ, അതപ്പോൾ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ.
വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം.